ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പാങ്ങോങ് ലേക്കിന് തൊട്ടടുത്ത് റൂം എടുത്തിട്ടുണ്ട്. ഇന്നലത്തെ കഥ ഒന്നും പറയണ്ട. അവിടെ അങ്ങനെ പറഞ്ഞാണ്ട് വന്നാണ്ട് ഭയങ്കര തണുപ്പ്. വൈകുന്നേരമായപ്പോൾ വണ്ടിയിൽ നമുക്ക് 14 ഡിഗ്രി കാണിച്ചാലും നമുക്ക് ഫീൽ ചെയ്ത് അതിലാവും. നമ്മൾ ഓടി വരികയാണ്, കഴിഞ്ഞിട്ട് കടക്കാൻ കൊടുക്കാൻ കയറിക്കണേ. അപ്പൊ അത് രാവിലെ വെച്ചാൽ നമ്മള് അടുപ്പ് സെറ്റാണ്. പാലൊക്കെ കുടിച്ചോക്കട്ടെ, പാത്രം കുടിക്കാം. കത്തിച്ചടാ കൊടുത്തിട്ട് പോലെ അത് കടങ്ങുന്നുണ്ട്. നല്ല ആളാണ്, ശുദ്ധമായ ആളാണ്. ഇന്നത്തെ ഫുഡ് അപ്പോൾ കേട്ടോ, കില്ലീസ് മുസ്ലിം നട്ട്സ്. ഇത് പാത്രത്തൊക്കെ കിഴിഞ്ഞ് പാല് തളിച്ച പാര കോരി തിന്ന സിമ്പിൾ പരിപാടി. സെറ്റായി തളച്ച പാല് ഇങ്ങനെ നല്ല ജലദോഷം പനി പലതും കിട്ടിയിട്ടു. അങ്ങനെ കയറിയിട്ട് പാവിടിച്ചത് പോകട്ടെ. പാങ്ങോങ്ങിലേക്ക് ഇതുവരെ കണ്ടിട്ടില്ല. അന്നേരം ഒരു ചെറിയൊരു ഭാഗം കണ്ടിട്ടുള്ളൂ, ബാക്കി ഒന്ന് കാണാൻ. ഞങ്ങൾ ഇറങ്ങായിട്ടോ, വണ്ടി 3 വീടും സെറ്റാക്കി കിട്ടിയത്. പാങ്ങോങ്ങിലേക്കിന് വ്യൂ ആണ് ഞങ്ങൾ നല്ല നീല കളർ വെള്ളം കേട്ടോ ഇപ്പോൾ കാണുന്നത്. അപ്പുറത്തൊക്കെ മരുഭൂമി, എത്ര വെള്ളം പറഞ്ഞിട്ട്. അതിലൂടെ പോയേക്കാം, നമുക്ക് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണ്ട്. ഇതാ അവിടെ ഇട്ടിട്ട് ബാക്കിൽ ഇതാ മഞ്ഞമല. പാങ്ങോങ്ങിലേക്ക് എത്തിട്ടോ. എന്താ ലൈക്കിൻ്റെ ചെറിയൊരു എന്തൊക്കെ എഴുതിച്ചോളെ. ഈ പാങ്ങോങ്ങിലേക്ക് ശരിക്ക് ബ്ലൂ കളറ്, ഗ്രീൻ കളറ്, റെഡ് കളറ്, അങ്ങനെ പല കളറിൽ കാണട്ടോ. ഇതിൽ നമുക്ക് ഈ കളറാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്, ഗ്രീനും ബ്ലൂവും. എപ്പോഴാണോ അവിടെ ഒരു ഫോട്ടോ സ്പോട്ട് കാണണ്ടേ. ഏതായാലും ഞങ്ങൾ പോയി നോക്കട്ടെ എങ്ങനെയുണ്ട്. ഇവിടെ പിന്നെ ഷൂട്ട് ചെയ്ത പടങ്ങളൊക്കെ നമുക്ക് അറിയാലോ. ഏതൊക്കെ പടം ഷൂട്ട് ചെയ്തോടെ? ജപ്ത് കെ ജാൻ, അങ്ങനെ 2 പടങ്ങൾ ഇവിടെ ഷൂട്ട് ചെയ്തതാണ് നമ്മളെ അറിവ്. അത് കഴിഞ്ഞിട്ട് വേറെ പടങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അതുപോലെ അതിൻ്റെ കുറച്ച് അവശേഷിപ്പുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പോഴും. അവിടെ നാട്ടുകാരെ പരിപാടിയാണ്. ആ സ്കൂട്ടർ അടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ കച്ചവടം रुद्राक्षमाला कितने आता है उसका? 108 दाने का होता है सर. 108. वही छोटा वाला ले लो सर. बड़ा वाला हमको नहीं चाहिए. पूछा ആടാ ലഡാക്കിന്റെ ഇതുണ്ടോ അവിടെ? നമ്മൾ ഇന്നലെ കണ്ടില്ലേ സ്റ്റിക്കർ ടൈപ്പ്, ആ സെയിം സാധനങ്ങൾ. അത് നമ്മൾ വാങ്ങിയല്ലേ. പാങ്ങോങ് ലേക്കിന്റെ ഉണ്ടോ അവിടെ? പാങ്ങോങ് ലേക്കിന്റെ സ്റ്റിക്കർ. ഇതിന്റെ ഒരു ലഡാക്കിന്റെ എല്ലാ ഐറ്റംസും പ്രൈസും വാങ്ങിച്ചു. 40 40 നമ്മൾ 50 രൂപ വാങ്ങി. ഓ ഗും കിയായേഗാ. ഓക്കെ, നമുക്ക് അവിടുന്ന് 50 രൂപ കിട്ടി, ഇവിടെ 40 രൂപ പറഞ്ഞേ. ഒന്നും പാടെ പൈസ 30 രൂപയൊക്കെ പോരെ കയറാം. അവിടെയും കച്ചവടങ്ങൾ ഉണ്ട് കേട്ടോ. സംഭവം ശരിക്ക് ടൈം ഇതല്ല. നമ്മൾ വന്ന ടൈം പറഞ്ഞാൽ രാവിലെ 10-11 മണിക്കാണ്. ഈവനിങ്ങിലാണ് ശരിക്കും കാണാൻ രസം. അത് സൂര്യന് സംഭവം കാലാവസ്ഥ തണുപ്പാണ്, പക്ഷെ സൂര്യൻ ചൂടാണ്, അതാണ് പ്രശ്നം. വൈകുന്നേരം നല്ല രസമായിക്കാറും. പിന്നെ കളറുകൾ ഡിഫറൻസ് ഒക്കെ കാണാൻ കഴിയുക വൈകുന്നേരമാണ്. പിന്നെ വേറെ രസം കാണിച്ചു കേട്ടോ. അവിടെ കണ്ടങ്ങള് ചന്ദ്രനിക്കട് പട്ടപ്പകല് പതിനഞ്ച് ചന്ദ്രന്, ഇപ്പുറത്ത് സൂര്യന്. ഇപ്പത്തെ പരിപാടി മനസ്സിലായില്ല. ഓരോ രസം. കച്ചവടങ്ങൾ തകൃത്തിയായിട്ട് നടക്കട്ടോ. കണ്ടോ, നമ്മൾ നേരത്തെ അതേമാതിരി ഇതൊക്കെ വിൽക്കണ കടയാണ്. സാധനങ്ങൾ ഇങ്ങനെ വാങ്ങുന്നുണ്ട്. നമ്മളിങ്ങനെ മുന്നേക്ക് നടന്നുകൊണ്ടിരിക്കുക. വായിസ് മാറും, വായിസിന് നടക്കാനൊന്നും പറ്റുള്ളൂ. സോ ആ ബൂട്ടിട്ട് ശരിക്കും നടക്കാൻ കഴിയില്ല. അത് നമുക്കിങ്ങനെ വണ്ടിമേ കറക്കാനേ പറ്റുള്ളൂ. ആറുഫാക്കണം കുറേ മുമ്പ് കത്തിന്. മറ്റേ സ്കൂട്ടർ അല്ലാതെ കൈത പരിപാടി ഉണ്ട് ഇവിടെ. കൈതാൾ പോകണ പരിപാടി ഉണ്ട്. ശരിക്കും വിനോദത്തിലേറെ കണ്ടങ്ങൾ പരിപാടി ഇതൊക്കെയാണ്. ഇവിടെ മറ്റേ സിനിമയിലൊക്കെ കാണുന്ന എല്ലാതും 3 ഇഡിയറ്റ്സത്തും മറ്റേ ബൈക്ക്, പിന്നെ തലക്കത്താക്കണ മറ്റേ മില്ലില്ലേ, മില്ലിൻ്റെ പരിപാടി, ആ വണ്ടി ഒക്കെ ഉണ്ട് ഇവിടെ. വരിക്കുന്നില്ല, ഒന്നൊന്നല്ല, കുറേതാ. ആ തലക്കന്ന് ഈ തല വരെ വണ്ടികളാ. ഇതൊക്കെ പേയ്മെൻ്റ് ആട്ടോ, വെറുതെ. ഇതാട്ടോ ഇവിടെ എഴുതിച്ചിന് 3 ഇഡിയറ്റ്സിൻ്റെ ഫോട്ടോഷൂട്ടിൻ്റെ പരിപാടി. അതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നാ ബൈക്ക് ഇതാ അവിടെ, പിന്നെ ആ ഡ്രമ്മുണ്ട് ഇവിടെ, പിന്നെ ആ കസാല ബാഗ് കുത്തിവെക്കണേ. ഇവിടെയൊക്കെ കറക്റ്റ് മനുഷ്യന് ഇതിന് 50 രൂപ. 50 രൂപ എല്ലാം ഇരിക്കാൻ പറ്റില്ല. 10 രൂപ നീച്ച് പോയിക്കോടുന്ന്. അതൊക്കെ നെളിഞ്ഞ് കുത്തിരിക്കണേ. എന്താ കണ്ട, ഇതൊക്കെ എത്താൻ പറ്റുന്നില്ല ഈ ബുള്ളറ്റ്. ഇതാണ് തടാകം. കണ്ടങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തിരടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പല പല കളർ. ആ ഭാഗത്ത് കണ്ട നീല കളറാണ്, ഒരു പച്ച കളർ നീല. അവിടെ പൗതിക്കുന്ന ഇങ്ങനെ പച്ച, ചെറിയൊരു പച്ച കളറുണ്ടോ. സംഭവം നൈസാണ്. ബാക്കിലാണല്ലോ നല്ല മരുഭൂമി. ഇങ്ങനെ ഒരു വിഷയം കിട്ടൊരു കുറവേ കാരണം. മരുഭൂമിയിൽ ഇത്ര വെള്ളേ, ഇത്ര മോന് വെള്ളന്നാ. 30
പോയ കടലത് വല്ലാത്ത റേറ്റ് കേട്ടോ, 50 ഉറുപ്പ്യ സ്കൂട്ടർ മുതൽക്ക് ഒരാൾക്ക്. ഇവിടെ തന്നെ ടിബറ്റൻ ഫ്ലാഗ് ഇങ്ങനെ കാണാനുണ്ട്. ഇവിടെ നിങ്ങൾ ഫ്ലാഗ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ അപ്പുറത്തായിട്ടാണ് ഈ ഇത് കൊടുത്തത്. ഫ്ലാഗ് നിങ്ങൾ ഇവിടെ സാധാ വെള്ളം കുറച്ചും കിടത്തിയാൽ വേറെ കളറായി, അവിടേക്ക് വേറെ കളറ്, അപ്പുറത്ത് വേറെ കളറ്. എത്ര കളറാന്നത്! ആ ചുവപ്പ് കളർ നമുക്ക് കിട്ടില്ല കേട്ടോ. അതുകൂടി കാണാൻ കഴിഞ്ഞാൽ പൊളിച്ചില്ല. അതാണ് നമ്മൾ സാധാരണ കാണാത്തത്. നീലും പച്ച അധികം കാണലുണ്ട്, പക്ഷെ ഇതേപോലെ ഒരേ തടാകത്തിൽ 2 കളർ കാണല്ലോ കേട്ടോ. എന്താ ഇതിൻ്റെ അകത്ത് പേടിയില്ല. ഒക്കെ ഞങ്ങൾ സെറ്റാക്കി ഗൈസ്. ടോട്ടൽ എത്ര പറഞ്ഞേ? 200 രൂപയ്ക്ക് അതും ഇതും ഉതും അങ്ങനെ 3 പരിപാടി. ഇതൊക്കെ 3D എഡിഷൻ്റെ പരിപാടി കേട്ടോ. പിന്നെ ബുള്ളറ്റ് ജപ്തക്കേജ് അങ്ങനത്തെ ഇതാണ് കണ്ട അവിടെ അങ്ങനെ കണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസിൻ്റെ സമയം അങ്ങനെ ഞങ്ങൾ പേഴ്സി ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞു. അതും ഇതും അതും അങ്ങനെ 3 ഐറ്റംസൊക്കെ നമ്മൾ 200 രൂപയ്ക്ക് എല്ലാം 3 എടുത്ത്. പാങ്ങോലേക്ക് സംഭവം നൈസാണ്, പക്ഷേ വെയിലുള്ളതുകൊണ്ട് നമുക്ക് തന്നെ അറിയില്ല ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. വെയിലുള്ളതുകൊണ്ട് കാലാവസ്ഥ തണുപ്പാണ്, എന്നാലും ഒരു പേടി തലയ്ക്ക് ഇങ്ങനെ അടിക്കല്ലേ നേരെ വെയിൽ. അപ്പോൾ ഒന്ന് വല്ല സ്കൂട്ടാട്ടോ. സംഭവം തന്നെയാണ് ഈ ഒരു ഏരിയയിലുണ്ട്. പാങ്ങോലേക്ക് കുറേ ഉണ്ട് നല്ല നീളത്തിലാട്ടോ. ഇവിടെ അങ്ങനെ ഒരു സ്പോട്ട് ആക്കിച്ചിന്. ഹായ് നെറ്റ്വർക്ക്. പിന്നെ ഈ ഒരു ഏരിയയുടെ പ്രശ്നമാണ് റേഞ്ചില്ല. എയർടെൽ തുള്ളി റേഞ്ചില്ല, ജിയോയിൽ നെറ്റ്വർക്ക് കാണിക്കുന്നുണ്ട്, പക്ഷേ കോളിൻ്റെ പോകണം ഞാൻ നെറ്റ് ഒന്നും കിട്ടണില്ല. റേഞ്ച് അങ്ങനെ LTE കാണിക്കണമെന്നല്ലാണ്ട് ഒന്നും കിട്ടണില്ല. സംഭവം എന്താ അറിയില്ല, റേഞ്ച് വലിയ ഇഷ്യൂ കേട്ടോ. ഇവിടെ ഒരു ഫോം പോലും ചെയ്യാൻ പറ്റുന്നില്ല. ആ പോണം വേറെ ഫോമിൽ പൈസ ബാക്കിൽ വരെ. ഡ്രോണൊക്കെ എടുത്ത് പോകുന്നതിന്, പക്ഷേ ഡ്രോൺ ഇവിടെ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. കാരണം അപ്പുറം ചൈനയാണ് ഇതിൻ്റെ. പിന്നെ ഇവിടെ നേവിൻ്റെ കുറേ പരിപാടികളൊക്കെ ഉള്ളുണ്ട്. ഈ ഭാഗത്തൊന്നും അലൗഡ് അല്ല. ഞാൻ അലൗഡ് ഉള്ള ഏരിയ നമുക്ക് പാങ്ങോങ്ങിലേക്ക് നല്ലൊരു വിഷയം. പാങ്ങോങ്ങിലേക്കും കവർ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ കേട്ടോ, ഇവിടുന്ന് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കളർ കാണാൻ പറ്റും. കളർ ഉണ്ടെങ്കിൽ ഇവിടെ നീലയും പച്ചയും മിക്സ് ആയിട്ട് ഇങ്ങനെ കിടക്കണോ. നമ്മൾ റൂട്ടിൽ ഇങ്ങനെ ആനിലേക്ക് പോയിക്കൊണ്ട് കടഞ്ഞ് പാങ്ങോങ് ലേക്കിൻ്റെ വ്യൂ പറഞ്ഞാൽ തീരട്ടോ. അത് കാണാനാണ് എന്തോരം രസം. കളറ് നീല എന്ന് പറഞ്ഞാൽ ഭയങ്കര നീല കളറ്, അടിപൊളി. ആകാശം പാങ്ങോങ് ലേക്ക് നടുവിലാക്കണ ചെറിയൊരു മാലി, അടിപൊളി സ്പോട്ട് കേട്ടോ, എനിക്ക് ഇഷ്ടമായി. പാങ്ങോങ് ലേക്കിന്റെ ഭംഗിയും കണ്ടു ഇങ്ങനെ ഞങ്ങള് മെഹറക്കറ സ്ഥലത്തെത്തിട്ടോ. ഇവിടെ ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടില്ല, രാവിലെ മറ്റേ അത് കഴിച്ചതാണ്, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ നല്ല വിശപ്പുണ്ട്. സമയം ഇപ്പോൾ 1 മണിൻ്റെ അടുത്തായി. ഇവിടെ ചെറിയ റെസ്റ്റോറൻറ്റ് കിട്ടിയിട്ടുണ്ടോ. നമ്മൾ അവിടെ നിന്ന് ഏകദേശം ഒരു 10-25 കിലോമീറ്ററാണ് പോകുന്നത്. ഇനി നമുക്ക് ആനിലേക്ക് ഓടുകയാണെന്നുണ്ടെങ്കിൽ 150 കിലോമീറ്റർ റണ്ണിങ് ഉണ്ട്. നോക്കാം എന്താവും. ഇന്നലെ എണ്ണ കൊടുത്തുകൊണ്ട് അതൊരു പ്രശ്നമാണ്. ഫുഡ് ഓർഡർ ചെയ്തിട്ട് വാഷ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു തരാം. 24/7 റണ്ണിങ് വാട്ടർ ആണ്. ഇതൊക്കെ പാങ്ങോങ്ങിലേക്ക് കേട്ടോ പോണത്. വെള്ളം തൊട്ടോ തണുപ്പുണ്ട്, നല്ല തണുത്ത വെള്ളം. 10 പോയി വിശ്വസിക്കാൻ കിട്ടണം. 1 മാഗി, പിന്നെ ഫ്രൈഡ് റൈസ്. അപ്പോൾ വെജ് ഫ്രൈഡ് റൈസ് 3 പറഞ്ഞോ. എൻ്റെ കഥ കേട്ടോ. കേരളത്തിലെ പ്രശസ്ത യൂട്യൂബറും 100 വ്യൂസുമുള്ള മിസ്റ്റർ സുഫാൻ സ്റ്റിക്കർ ഒട്ടിക്കുകയാണ്. നാട്ടിൽ കൊറേ പൊറുക്കി കൊടുന്നി. ഇപ്പൊ ഒന്ന് ഒട്ടിച്ച് ഫുഡ് അയച്ചു പോയപ്പോ കൊറേ കണ്ടു. ഈ സ്ഥലം ഓർത്തോളി. ഞാനിലേക്ക് പാസ് ചെയ്യുമ്പോ സ്റ്റിക്കർ ഞങ്ങൾക്ക് പോട്ടോ. ഇവിടെ ഞങ്ങൾ സ്റ്റാൻഡ് ഇട്ടിട്ട് നല്ല താറ അച്ചടി പോകുന്നുണ്ട്. ഇവിടുന്ന് വിട്ട് ചോറ് വെച്ചോണ്ട് ഞങ്ങൾ നേരെ പോട്ടോ. റോഡ് കണ്ടില്ല നിങ്ങള്? റോഡൊന്നുമില്ല, ഫുള്ള് മരുഭൂമി നിരന്ന് കിടക്കുക. ഇവിടെ അങ്ങനെ പോരാ. അങ്ങനെ പോകുന്നതാണ് ഞങ്ങൾ എത്തിയതാണ് റസങ്കില വാർ മെമ്മോറിയലാണ് സ്ഥലത്തിട്ടോ. ഇതൊരു മെമ്മോറിയലാണ്. ഇതാണ് ഇവിടെ ശരിക്കും അടയാളം ഉള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ നേരെ കൂടെ പോവും. നേരെ ഒരു വജ്ജ അങ്ങനെ പോകുന്നുണ്ട്. സംഭവം ഇവിടെ ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ
ഇതിനുള്ളിൽ എത്തണമെങ്കിൽ ഇതാ ഇവിടെ നമ്മൾ എൻട്രി കൊടുക്കണ്ടോ. എൻട്രി കൊടുത്താലാണ് ഈ വാർ മെമ്മോറിയൽക്ക് കളിക്കുക. റാഗിങ് ഭയങ്കര കേട്ടോ. നമുക്ക് ചെറിയൊരു ക്ലാസ് തരാണ്ട് ഇവിടെ വല്ലതും അറ്റാക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ പണി നടക്കുന്നുണ്ട്. റോഡ് പണി തകർത്തിട്ട് അടുക്കുന്നുണ്ട്. ഈ സാറോട്ടെ നമ്മൾ ലീഡ് ചെയ്യണത് ഇനി മൂപ്പരെങ്കിലും പോയാൽ മൂപ്പര് കൊണ്ടുപോകും. നമ്മൾ കാണിച്ചു തരും ഓരോരോ സംഭവം. വളരെ സെറ്റപ്പ് കിട്ടും. അവിടെ ഹിന്ദിയിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഹിന്ദി വായിക്കും ഈ മലന്റെ അപ്പുറത്ത് ചൈനയാണല്ലോ. 2 കിലോമീറ്റർ 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ള പോലെ ചൈനയ്ക്ക് വിടുന്നത്. അതും എന്താ പറയുക ബാരിക്കേഡും കാര്യമൊന്നുമില്ല. ഈ ഒരു മലന്റെ കവർ മാത്രം. ഏത് നിമിഷം വീട്ടിൽ വരാം. Commanding officer at Jekle Brewster Brew to the Zangala War Memorial, sir. This war memorial was built by 13 Kamau at high ground in 1963 in the memory of 114 brave soldiers. എനിക്ക് അതൊക്കെ കേട്ടിരിക്കുന്നു. രണ്ടാമത്തെ സിനിമ വന്ന ഞങ്ങൾ പോട്ടെ. ആ വാളിന്റെ ബാക്കിലുള്ളത് ഇവിടെ കണ്ടോ മിച്ച ആൾക്കാരെ ഫുള്ള് ഇരിച്ചു. അങ്ങനത്തെ വാർ മെമ്മോറിയൽ ഞങ്ങൾ ഇറങ്ങട്ടോ. ഇവിടുന്ന് എല്ലാം ഇറങ്ങി പോട്ടെ. റോഡില്ല ഉള്ളിൽ മാർഗത്തെ കല്ലിട്ട വഴികളാണ്. പോണ വഹിക്കാണ് കേട്ടോ. എന്ത് സാധനമല്ലോ കറുപ്പ് സാധനങ്ങൾ ഇങ്ങനെ ആ പശുക്കളിൽ വിട്ടും ചെയ്തിക്കണ്. വേറെ ടൈപ്പ് സാധനം 2-3 ഐറ്റം ഉണ്ട്. ഇത് വേറെ ഐറ്റം, ഇത് വേറെ ഐറ്റം. പാടത്ത് മേയാണ് ഐറ്റങ്ങള് റോഡില്. അങ്ങനെ കുറെ കാടും മലകളും താണ്ടി വന്ന് ഹൈവേ റോഡ് കുറച്ച് നല്ല റോഡ് കിട്ടും. സാധാരണ സ്ഥലത്ത് നമ്മൾ 2 എടുക്കണം. വണ്ടി 2 എടുത്താലും നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഈ പോണത് ഫുൾ പൊടിക്കാറ്റുണ്ടാവും ഭാഗത്തൊക്കെ. കേട്ടോ ഇഷ്ടമായി ഇവിടെ. വൈകുന്നേരം 5-5:30 ആയിട്ടുള്ളൂ. 5:38 ആയിട്ടുള്ളൂ. വരെ വന്നാണ് നോമ ടൗണിൽ എത്തിട്ടോ. നമുക്ക് ഇല്ലേക്ക് എത്താൻ കുറെ ദൂരമുണ്ട്. കഴിയൂല. ഇപ്പൊ തന്നെ സമയം 7:30 അരി സാധനത്തിലൊക്കെ വാങ്ങി ഫുഡ് ഉണ്ടാക്കി വെക്കാം. കുറെ സാധനങ്ങൾ ഇവിടെ നമ്മളടുത്ത് വാങ്ങുന്നുണ്ട്. കായ് എത്ര വേണ്ടി എല്ലാം ഉണ്ടാ കറി കടറൊക്കെ ഉണ്ട്. പെരുന്തരക്ക് ഇവിടെ ഹാർഡ്വെയറും എല്ലാ സാധനം കൂടി സീലുണ്ട്. ഇഷ്ടമായി നാട്ടിൽ വന്നൊരു ആദ്യമായിട്ട് ഇങ്ങനത്തെ കാരണങ്ങൾ കയറണേ. ഫ്ലഗ് അടക്കം ഇതൊന്നും എടുത്താലോ ഞാൻ മൂപ്പര് എല്ലാ പണി എടുക്കുന്നുണ്ട്. ഇതില് അരി വെച്ചിട്ട് വമ്പം പർച്ചേസ് ഇതവിടെ അതിന്റെ അകത്തൊക്കെ ഉണ്ട്. മമ്പർ മുട്ടതിന്റെ വലിയ സാധനം അവിടെ ഭയങ്കര ഇട്ടുള്ളൂ. അങ്ങനെ മുട്ടക്കറാണ് 6 മുട്ട. ബ്രെഡ് ചെയ്തോ ബ്രെഡ് പേക്കാനാ? ബ്രെഡില്ല ബേക്കറിയിൽ ബ്രെഡ് ഉണ്ട്. ബ്രെഡ് ആയിക്കോടാ. പിന്നെ ഇതിക്ക് പെപ്പർ പൗഡർ ഫ്രീ കിട്ടി. 3 ഇത് ഫ്രീ കിട്ടി. റൂമിന് 1000 വരുന്ന ഇറങ്ങാം. നമുക്ക് ഉപ്പ് എടുക്കുന്നില്ല. ഒത്തിരി സാധനം വാങ്ങിട്ട് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുമല്ലോ പഠിച്ചോ. ഇന്നാളും വാങ്ങിയൊക്കെ നായ്ക്കളുണ്ട്. നായ്ക്കളെ ശരിക്കുള്ള നമ്മള് വണ്ടിമ കെട്ടിട്ട് ഒക്കെ പാടെ വലിച്ചേറ്റി കൊണ്ടുപോയി. നിയോമയിലും ഞാൻ എന്റെ കഴിവ് തെളിച്ചു. ഇവിടെ ഇതാ ഒരു സ്റ്റിക്കർ പതിപ്പിച്ചിരിക്കുന്നു. അങ്ങനെ സാധനങ്ങളെ വാങ്ങി റൂമൊക്കെ എത്തിട്ടോ. റൂമിലെ ആൾ അറിയാതെല്ലാം ഉണ്ടാക്കണം. റൂമിലെ ആള് ഫുഡാണ് ചോ മാണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് അരിങ്ങാനൊക്കെ കേക്ക് കൊണ്ടുവെക്കണം. ഇപ്പൊ സെറ്റ് അപ്പൊ ചോറ് തളക്കട്ടണ ഇതാ നമ്മള് നല്ല കക്കരിക്കന്റെ ഇത് ഉണ്ടാക്കണം കേട്ടോ. സലാഡ് ചെത്തി ഉണ്ടാക്കണം. കളി തന്നെ നോക്കണ്ട. ഇപ്പൊ ശരിയാവും. ചോറ് വാങ്ങി കൊണ്ടൊക്കെ ഒന്ന് വെച്ചിട്ടുള്ളൂ. അങ്ങനെ നമ്മള് ഫുഡ് സെറ്റ് ആക്കണേ. കറി ഈ ചോറോടുകൂടി ഇന്നത്തെ ദിവസം നമ്മൾ സമാപിക്കുകയാണ് ഗായ്സ്. നാളെ എവിടേക്ക് പോകണം ഓർമ്മ? അങ്ങനെ ഹൈപ്പാസുകളുണ്ട് നമ്മൾ കയറാൻ പോകണ്ട. നാളെ ചുടല് നടക്കുന്നുണ്ട്. ചുട്ടിങ്ങനെ സ്പോട്ടിലടിക്കണം.